ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവരും സ്വാഗതം ചെയ്യുന്നു. ഈ ഒരു വീഡിയോ ആദ്യം തന്നെ നിങ്ങളോട് പറഞ്ഞാണ്, നിങ്ങളുടെ ഫോട്ടോഗ്രാഫേഴ്സ് ഫ്രണ്ട്സ് അല്ലെങ്കിൽ സിനിമ ഫീൽഡ് അല്ലെങ്കിൽ ഷോർട്ട് ഫിലിം ഒക്കെ ചെയ്യുന്നവർ അല്ലെങ്കിൽ യൂട്യൂബേഴ്സ് അവർക്ക് മസ്റ്റായിട്ട് അയച്ചു കൊടുക്കണം. കാരണം അവർക്ക് എപ്പോഴെങ്കിലും ഉപകാരപ്പെടും. ചിലപ്പോൾ ഈ വീഡിയോ ചെല്ലുമ്പോൾ തന്നെ ചിലപ്പോൾ ഉപകാരപ്പെട്ടേക്കാം. കാരണം എൻ്റെ ആണെങ്കിലും ഈ റോഡിൻ്റെ മൈക്കിനെ കുറിച്ച് ഉണ്ടായിരുന്നു പറയുന്നത്. എൻ്റെ ആണെങ്കിലും ഈ റോഡിൻ്റെ മൈക്കും റിസീവറും ഇടയ്ക്ക് ഓഫായി പോയി കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ എടുത്തുകൊണ്ടിരിക്കുമ്പോൾ. ഭാഗ്യത്തിന് അത് വർക്കല്ലായിരുന്നു, നേരെ മറിച്ച് വർക്കിൻ്റെ ഇടയിൽ ഓഫായി പോയെങ്കിൽ നമുക്ക് പണി കിട്ടും. കാരണം വലിയ വലിയ സെലിബ്രിറ്റീസ് ആരെങ്കിലും വീഡിയോസാണ് എടുത്തുകൊണ്ടിരിക്കണമെങ്കിൽ അവരാണെങ്കിൽ നമ്മൾ ചെല്ലുമ്പോൾ തന്നെ നമുക്കൊരു ചെറിയ സമയം കിട്ടുള്ളൂ അങ്ങനെയുള്ള ടൈമിൽ. അതിൻ്റെ ഇടയിൽ ഇതൊക്കെ ഓഫായി പോയുള്ള കാര്യങ്ങൾ അറിയാമല്ലോ, ഞാൻ പറയാണ്ട് തന്നെ. അപ്പോൾ പലർക്കും അനുഭവം ഉണ്ടാവും. ഇപ്പോൾ ഫോട്ടോഗ്രാഫേഴ്സിനും യൂട്യൂബേഴ്സിനും അല്ലെങ്കിൽ അതായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന എല്ലാവർക്കും മനസ്സിലാവും. അപ്പോൾ ഞാൻ പറഞ്ഞു തരുന്നത്, ഇതിൻ്റെ ബാറ്ററിയുടെ ചാർജ് നിൽക്കണില്ല, അങ്ങനെയാണ് ഇത് ഓഫായി പോണത്. അപ്പോൾ ഞാൻ അങ്ങനെ അന്വേഷിച്ച് വന്നപ്പോൾ ക്യാമറ ഷോപ്പുകളിൽ വിളിച്ചപ്പോൾ അറിയാൻ സാധിച്ചത് ഡൽഹിയിൽ അയച്ചു കൊടുത്താലേ ഇതിൻ്റെ സർവീസ് സെൻറ്റർ ഉള്ളെന്നാണ് പറയുന്നത്. അങ്ങനെ ഞാനിങ്ങനെ ഇരുന്ന് കുറേ സെർച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ എന്താ നമ്മുടെ മനസ്സ് മടുക്കുമല്ലോ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്ത് അടുത്തെങ്കിൽ പുതിയത് വാങ്ങാം. അപ്പോൾ ഇതന്ന് മേടിക്കുമ്പോൾ 29 രൂപ എന്തോ ഉണ്ടായിരുന്നു ഈ 2 മൈക്രോ റിസീവറുമായിട്ടുള്ളത് മേടിക്കുമ്പോൾ റോഡിൻ്റെ. ഇപ്പോൾ ഹോളി ലാൻഡൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഒരു 14 രൂപയ്ക്ക് അത് നല്ലത് മൊബൈലിലും ക്യാമറയിലും യൂസ് ചെയ്യാൻ പറ്റിയൊക്കെ ഉണ്ട്. എനിക്ക് അത് മേടിക്കാമെന്നും പറഞ്ഞിരിക്കുമ്പോൾ ഞാൻ കൊടുത്ത് എന്തായാലും ഉപേക്ഷിക്കാൻ പോണേന് ഒരു കളി കളിച്ച് നോക്കാമെന്നും പറഞ്ഞ് എനിക്ക് അങ്ങനത്തെ ഒരു സ്വഭാവമുണ്ട്. അപ്പോൾ അങ്ങനെ ഞാനിത് എന്ത് ചെയ്യുമെന്നും പറഞ്ഞ് പുതിയത് വാങ്ങാമെന്നുള്ള മൂഡിലേക്ക് ഞാൻ കൊടുത്ത് എന്തായാലും ഇത് പോയല്ലോ ടെസ്റ്റ് ചെയ്ത് നോക്കാമെന്നും പറഞ്ഞ് ഞാനിത് എൻ്റെ ഒരു ഫ്രണ്ടിനെ കൊണ്ടേ കാണിച്ച്. അപ്പോൾ അത് അവരെ കുറിച്ച് അറിഞ്ഞിരിക്കണോട്ടെ ഞാൻ പറയാം. അപ്പോൾ ഇത് ഓപ്പൺ ചെയ്തു, ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ബാറ്ററി എടുത്ത് കഴിഞ്ഞപ്പോഴത്തേക്കും ബാറ്ററി ബൾജായിട്ടിരിക്കണേ. ബാറ്ററിയുടെ പ്രശ്നമാണെന്ന് മനസ്സിലായി. കാരണം നമുക്ക് കുത്തിയിടുമ്പോൾ ചാർജ് കയറുന്നുണ്ട്, കുറച്ച് നേരം ഓണാക്കി വെച്ചാൽ ഓഫായി പോകും. അങ്ങനെ ഈ ബാറ്ററി കണ്ടെത്താനുള്ള ഓട്ടത്തിലാണ്. അപ്പോൾ നമ്മൾ ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്ത് നോക്കുമ്പോൾ 3000 അതിന് എബോയാണ് ഈ ബാറ്ററിയുടെ എമൗണ്ട് കിടക്കുന്നത്. അപ്പോൾ നമുക്ക് 3 മാറ്റാണ്ട്, 3 മാറ്റി വരുമ്പോൾ 10 രൂപ അങ്ങനെ നോക്കുമ്പോൾ ഞാനങ്ങനെ നമ്മുടെ അവർ സെർച്ച് ചെയ്തു. ആർടെക് എന്ന് പറഞ്ഞ സ്ഥാപനത്തിലേക്ക് ഞാൻ ചെന്നത്, പാടിവട്ടത്തുള്ള. അപ്പോൾ നമ്മുടെ ഫ്രണ്ട് റനിച്ചേട്ടൻ്റെ സ്ഥാപനമാണ്. അപ്പോൾ അവിടെ ഞാൻ രാധാകൃഷ്ണൻ ചേട്ടനെ പോയി കണ്ടാക്കി കാണിച്ചു തരാം. അപ്പോൾ ഈ ബാറ്ററി അന്വേഷിച്ച് അവർ നടന്ന് ഞാനും നടന്നു. അപ്പോൾ 2 പേർക്കും കിട്ടിയ ബാറ്ററി എന്ന് പറഞ്ഞാൽ 2 ലൈനുള്ള, ഇത് നെഗറ്റീവും പോസിറ്റീവും ഉള്ളു, റെഡും ബ്ലാക്ക് അല്ലെങ്കിൽ അങ്ങനെയാണ് കിട്ടിയത്. പക്ഷേ ഇതിൽ നിന്ന് ബാറ്ററിയുടെ ഔട്ട് വന്നേക്കണ 3 ലൈനുണ്ട്. ഈ നെഗറ്റീവും പോസിറ്റീവും പ്ലസ് ഒരു ബ്ലൂ ലൈനും കൂടി ഉണ്ട്. ഇത് ഇതിൻ്റെ സിഗ്നൽസ് ഒക്കെ കാണിക്കാനുള്ളതാണ്. അപ്പോൾ അത് നമുക്ക് മനസ്സിലായി. പക്ഷേ ഈ ബാറ്ററി കിട്ടണല്ലോ എങ്ങനെയൊക്കെ നോക്കിയിട്ടും. അങ്ങനെ നിൽക്കുന്ന ടൈമിലാണ് ഞാൻ വേറൊരു സാധനം വാങ്ങാനായിട്ട് പള്ളിമുക്കി ചെല്ലുമ്പോൾ ഇതേപോലുള്ള കുറച്ച് ഐറ്റംസും വാങ്ങിക്കൊണ്ടൊരു ഫ്രണ്ട് അവിടെ നിൽക്കണം. ഫ്രണ്ടല്ല, ഒരു പയ്യൻ നിൽക്കണം. അപ്പം ഞാൻ ആദ്യമായിട്ട് കാണുന്ന ഒരു വ്യക്തിയാണ്. നമ്മുടെ മുമ്പിൽ ചിലത് ഇങ്ങനെ വന്ന് പെടും. അപ്പോൾ എനിക്കാണെങ്കിൽ ഇങ്ങനെ കാണുമ്പോൾ ഞാൻ ഇങ്ങനെ അറ്റാക്കും ചെയ്യാറുണ്ട്. അപ്പോൾ ഞാൻ ഇവനോട് ഷെയ്ക്കാൻ്റെ കൊടുത്തിട്ട് ചോദിച്ചു, ബ്രോ എന്താണ് പരിപാടി, മെക്കാനിസം ആണോ അല്ലെങ്കിൽ ആർക്കിനും വേണ്ടി മേടിച്ചു കൊടുക്കണേണെന്ന് ചോദിച്ചു. കാരണം ഇദ്ദേഹത്തിൻ്റെ പാക്കറ്റ് എടുത്ത് വെക്കണ എല്ലാം നല്ല ചെറിയ ഓരോരോ ചെറിയ ഐറ്റംസ് ആയിരുന്നു. അപ്പോൾ പുള്ളിയുടെ മെക്കാനിസം എന്ത് പറ്റിയെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞു, ഇങ്ങനെ ഒരു സംഭവം ഉണ്ട്, ബാറ്ററിയുടെ ലൈൻ 2 ഇവിടെ മുഴുവൻ അന്വേഷിച്ചിട്ട് കിട്ടുന്നത്, ഇതിനാണെങ്കിൽ 3 ലൈൻ ഉണ്ട്, എന്ത് ചെയ്യാൻ പറ്റുമെന്ന് വെച്ചു. അങ്ങനെ അവൻ്റെ വായിന്ന്, അതാണ് നിമിത്തം എന്ന് പറയുന്നത്. ഒരാൾ നമ്മുടെ മുമ്പിൽ കൊണ്ടു തന്നെയാണ്. ആളെ ഞാൻ കാണിച്ചു തരുന്നത്, ഇതാണ് ഇടുക്കിക്കാരനാണ്. ഇദ്ദേഹമാണ്. നമുക്ക് അങ്ങനെ ഒരു ത്രെഡ് കിട്ടി, പിന്നെ നമുക്ക് കയറി പോകാമല്ലോ, ഒരു വഴി കുറച്ചെന്നാൽ പോകാമല്ലോ. അപ്പം അദ്ദേഹത്തിനോട് ഞാൻ പറയും, ഇവിടെ എല്ലാം 2 ലൈൻ 2 നെഗറ്റീവും പോസിറ്റീവുള്ള ബാറ്ററി കിട്ടുന്നത്, നമുക്ക് 3 ലൈൻ വേണമെന്ന് പറയും. അപ്പം ബാറ്ററി അന്വേഷിച്ചാൽ നമുക്ക് ഇട്ടാണ്ടിരിക്കുമ്പോഴാണ് ഇത് പറയണം. അപ്പോൾ ബാറ്ററിയുടെ ബോർഡ്, എല്ലാ ബാറ്ററിയിലും ഒരു ബോർഡ് ഉണ്ടാവും എന്ന് പറഞ്ഞാൽ ഞാൻ കാണിച്ചു തരാം. ബോർഡ് അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ച് ചെയ്ത് വെച്ച് ചേട്ടൻ്റെ പ്രശ്നം തീരണ്ടാണെന്ന് എന്നോട് ഇങ്ങോട്ട് പറഞ്ഞു. അപ്പം ഞാൻ നേരെ ആർടെക്കില രാധാകൃഷ്ണൻ ചേട്ടനെ വിളിച്ച് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടെന്ന് കേട്ടല്ല, അത് ചെയ്യാൻ പറ്റേണ്ടതാണെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ പരീക്ഷിച്ച് കഴിഞ്ഞിട്ട് ഞാൻ ഒരെണ്ണം വീട്ടിൽ കൊണ്ടുപോകും, ഒരെണ്ണത്തിൻ്റെ മാറ്റിയിട്ട്. അപ്പോൾ ഇത് മൈക്ക് മാത്രം ഓണാക്കി ഇങ്ങനെ വെക്കുമ്പോൾ ഒരു 15-17 മിനിറ്റുകൾക്കിടയിൽ ഇത് ഓഫ് ആവുന്നുണ്ട്. 2 തവണ ഓഫായി. അപ്പം ഞാനാണെങ്കിൽ ഒന്നും മിണ്ടനില്ല, വെറുതെ റൂമിൽ ഓണാക്കി വെച്ചിട്ട് ചെക്ക് ചെയ്താണ്. കറക്റ്റ് ടൈം പറയാത്തത് ആ ഒരു ടൈമിൻ്റെ ഇടയിൽ ഞാൻ പോയി നോക്കണത്. അപ്പം അത് സ്ലീപ്പ് മോഡിലേക്ക് പോയതായിരിക്കും എന്ന് എനിക്ക് തോന്നി. ശേഷം ഞാൻ ഇതിൻ്റെയും മാറ്റി കഴിഞ്ഞ് ഓണാക്കി വെച്ചപ്പോൾ റെഗുലറായിട്ട് ഒരു 1 അവർ ഒരു ദിവസം ഞാൻ ചെക്ക് ചെയ്തു. ആ ബാറ്ററി ചാർജിൽ തന്നെ ഞാൻ നെക്സ്റ്റ് ദിവസം ഒന്നും കൂടി ചെക്ക് ചെയ്തു. അപ്പം എനിക്കൊരു 2.5 മണിക്കൂറിനടുത്ത് എല്ലാം കിട്ടി, 2 മൈക്കിനും റിസീവറിനും കിട്ടി. അപ്പം നിങ്ങളുടെ കയ്യിൽ ഇങ്ങനത്തെ മൈക്കുകളുണ്ട്, ചീത്ത ഏതാണെങ്കിൽ കളയണ്ട, ഇങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട്. അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം, ആദ്യം നമ്മൾ ഇതൊന്ന് മാറ്റി ഒരു രീതി കൂടി കാണിച്ചു തരാം. നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ കാണിച്ചു തന്നേക്കാം. ശേഷം ആർടെക്കിനെ കോൺടാക്ട് ചെയ്ത് ആർടെക്കിൻ്റെ നമ്പർ നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയുള്ള മൈക്ക് കളയേണ്ടെന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞില്ല, ആർടെക്കിലാണ് വന്നിരിക്കുന്നത്, അവരാണ് ചെയ്യണത്, രാധാകൃഷ്ണൻ ചേട്ടനാണ് ചെയ്യണത് കേട്ടോ. പിന്നെ എൻ്റെ ഓണർ റെൻചേട്ടൻ നമ്മുടെ ദോസ്താണ്. അപ്പോൾ എല്ലാവരും ദോസ്തുക്കളാണ് ഇവിടുത്തെ. അപ്പോൾ നമ്മുടെ പഴയ ബാറ്ററിയിൽ നിന്ന് ആ ബോർഡ് അയച്ചെടുത്തിട്ടുണ്ട്. ഒന്ന് കാണിച്ചു കൊടുത്തേ ചേട്ടാ, കണ്ട അതിൻ്റെ അത് 3 ലൈൻ ഉണ്ട് അല്ലേ, 3 ലൈൻ ഉണ്ട് കണ്ട. ഈ ബോർഡ് നമ്മൾ അയച്ചെടുത്തിട്ട് ഇനിയിപ്പോൾ പുതിയ ബാറ്ററി ഇവിടെ ഉണ്ട്, പുതിയ ബാറ്ററിയുടെയും അഴിച്ചു വെച്ചിട്ടുണ്ട്. അതിൻ്റെ അകത്ത് 2 ലൈനേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഈ ബോർഡ് തമ്മിലാണ് ചേഞ്ച് ചെയ്യണത് കണ്ട, എൻ്റെ കയ്യിലിരിക്കണത്
രാധാകൃഷ്ണൻ ചേട്ടനിലിരിക്കുന്ന ബോർഡ് തമ്മിലാണ് ചേഞ്ച് ചെയ്യണം. അപ്പോൾ അതിൻ്റെ പോസിറ്റീവും നെഗറ്റീവും മാറിപ്പോകാണ്ട് നോക്കണം അല്ലേ ചേട്ടാ? അങ്ങനെയല്ലേ പറഞ്ഞു? അത് രണ്ടും മാത്രം നോക്കണം അല്ലേ? ഇത് മാത്രം നമ്മൾ എടുക്കുമ്പോൾ സൂക്ഷിക്കണം അല്ലേ? ഡിസ്പ്ലേ ഉള്ളതാണ്. മറ്റേ 2 മൈക്ക്, ഇത് റിസീവർ ആയിരുന്നു. അതിൽ ഡിസ്പ്ലേ ഉണ്ട്. ഇങ്ങനെ സൈഡിൽ നിന്ന് തിക്കെടുക്കണം അല്ലേ? അങ്ങനെ പൊക്കി എടുക്കാൻ പാടുള്ളൂ. ഒറ്റയടിക്ക് പൊക്കി എടുത്താൽ പണി കിട്ടും. അങ്ങനെ പൊക്കി എടുക്കണം അല്ലേ? ശേഷം അത് ഊരിയിട്ട് ആ ബോർഡ് അത് ഇതേപോലെ പതുക്കെ പൊക്കി എടുക്കുക അല്ലേ? അതിന്റെ അടിയിലാണ് ബാറ്ററി. മറ്റേ നമുക്ക് നേരിട്ട് ഇത് പുറക്കുമ്പോൾ തന്നെ കാണാമായിരുന്നു. ഇതിന്റെ അടിയിലാണ് ബാറ്ററി തന്നെ. ഇപ്പൊ ചേട്ടൻ അഴിച്ചു വെച്ചാൽ നമുക്ക് വീഡിയോ എടുക്കാൻ വേണ്ടി കാണിച്ചാണ്. ബാറ്ററി അഴിച്ചു വെച്ചാൽ ബാറ്ററി നമ്മൾ വേറെ സെറ്റ് ചെയ്ത് വെച്ചേക്കണതാണ്. സെറ്റ് ചെയ്യാൻ പോണേണ്. അതായത് നേരത്തെ തന്നെ നമ്മൾ പഴയ ബാറ്ററി മാറ്റി പുതിയത് വെച്ചു. ശേഷം അത് സെറ്റ് ചെയ്യാൻ പോണേ. ഇതിപ്പോ പുതിയ ബാറ്ററിയാണോ പഴയതാണോ? ഇത് പഴയതാണല്ലോ. ഇനി അതിലേക്ക് ആക്കണം അല്ലേ? അതിലേക്ക് ആക്കിയിട്ട് നമ്മൾ ഇതിൽ ഫിറ്റ് ചെയ്തിട്ട് നേരെ തിരിച്ചു വെക്കാം. വേറെ ഒന്നുമില്ല. ഇതൊന്നുകൂടി കാണിച്ചേക്ക് ഡിസ്പ്ലേ ഉള്ളത്. അത് റിസീവറിനെ മാത്രം അഴിക്കുമ്പോൾ നിങ്ങൾ സൂക്ഷിക്കണം അല്ലേ? പണി കിട്ടാതെ. അത് രാധാകൃഷ്ണൻ ചേട്ടൻ പ്രത്യേകം പറഞ്ഞുകൊണ്ടാണ് ഞാനത് ശ്രദ്ധിച്ചത്. അതായിരുന്നു കൂടി വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയാണ്. വെറുതെ പ്രസ് ചെയ്ത് മതി അല്ലേ? എടുക്കുമ്പോൾ അതേപോലെ മേലിലേക്ക് ബുക്ക് എടുക്കും. മേലിലേക്ക് ബുക്ക് ആ സ്ക്വയറിൽ കയറി പ്രസ് ചെയ്ത് മറ്റൊരു വേറൊരു കോണ്ടാക്ട് ഉണ്ട്, ലീഫ് കോണ്ടാക്ട്. അത് നമ്മുടെ ഒരു ടൈറ്റ് ആണ്. എടുക്കുമ്പോൾ ഇതേപോലെ തന്നെ പതുക്കെ ഒരു വെയിറ്റ് കൊടുത്ത് എടുക്കണം അല്ലേ? അതെ. മറ്റേ മൈക്കിന്റെ എല്ലാത്തിന്റെ ഉള്ളിൽ അടിയിൽ ബോർഡും ഇങ്ങനെ മേളിൽ സ്പേസ് ആയിരുന്നു ബാറ്ററി വെക്കാൻ. ഇത് നേരെ തിരിച്ചാണ്. ബാറ്ററി അടിയിലും വരും, ബോർഡ് മേളിലും വരും. അപ്പൊ പിന്നെ ഇത് തുറക്കുമ്പോൾ ഈ ബോർഡ് തുറക്കുമ്പോൾ അല്ലേ സൈഡിൽ ചെറിയ ഗമ്മുണ്ട്. അപ്പൊ അതിക്ക് ഒന്ന് നിങ്ങൾ നേരത്തെ കാണിച്ചവരെ ഇത് വെച്ച് ഇങ്ങനെ ഓടിച്ചു കഴിഞ്ഞാൽ വിട്ടുപോരും. അപ്പൊ നമ്മളത് സെറ്റ് ചെയ്തിട്ടുണ്ട്. പുതിയ ബാറ്ററിയിലേക്ക് ബോർഡ് സെറ്റ് ചെയ്ത് അല്ലേ? അതുപോലെ ഇവരുടെ ഈ സ്ഥാപനം പ്രവർത്തിക്കുന്നത് എറണാകുളം പാലാരിവട്ടം ബ്രിഡ്ജിനോട് വളരെ ചേർന്ന് തന്നെ ഉണ്ട്. എന്തായാലും ഡിസ്ക്രിപ്ഷനിൽ അവരുടെ നമ്പർ കൊടുക്കേണ്ടത്. നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അവരെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. രാധാകൃഷ്ണൻ ചേട്ടാ, അപ്പൊ ഞാൻ പോയൊന്ന് ചെക്ക് ചെയ്ത് നോക്കട്ടെ അല്ലേ? വിജയം കണ്ടായില്ലേന്ന്? വിജയം കണ്ടിട്ടുണ്ടാവും. എന്തായാലും നമ്മൾ ചെക്ക് ചെയ്തിട്ടില്ലേ പറയുന്നുണ്ട്. ഓക്കെ പ്രസ്. അപ്പോൾ നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഞാൻ പറഞ്ഞായിരുന്നു, ആദ്യമേ പറഞ്ഞിരുന്നു, ക്യാമറമാൻ അല്ലെങ്കിൽ ഷോർട്ട് ഫിലിംസ് ഒക്കെ ചെയ്യുന്നത് അല്ലെങ്കിൽ യൂട്യൂബേഴ്സ് അല്ലെങ്കിൽ ഫിലിം ഫീൽഡായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നവർക്കൊക്കെ ഒന്ന് അയച്ചു കൊടുത്തേക്കാം. അവർക്കല്ലെങ്കിൽ അവരുടെ ഫ്രണ്ട്സിന് ഇത് തീർച്ചയായിട്ടും ഉപകാരപ്പെടും. അപ്പോൾ നിങ്ങൾക്ക് ഇത് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ ഫ്രണ്ട്സിന്. പിന്നെ നമ്മുടെ ചാനലിൻ്റെ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ഉണ്ടെങ്കിൽ ഇപ്പം തന്നെ ഫോളോ ചെയ്തേക്കുക. ഇതുപോലുള്ള നിങ്ങൾ അറിയേണ്ട അല്ലെങ്കിൽ നിങ്ങൾ കാണേണ്ട കാഴ്ചകളുമായിട്ട് ഇനിയും വരുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോ കാണാം. താങ്ക് യു, ബൈ.